ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, UDFന്റെ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു PV അൻവറിനെ നിലമ്പൂരിൽ മത്സരിപ്പിച്ചത്. PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കാത്തൊരു രാഷ്ട്രീയ സാഹചര്യം വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതിനകത്ത് VD സതീശന്റെ ബുദ്ധിയെ സംബന്ധിച്ചിട്ട് VD സതീശനാണ് PV അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ ചില ധാർഷ്ട്യമൊക്കെ കാണിച്ചിരുന്നത്. ആ നിലപാടിനെ കേരളം മുഴുവൻ പൊതുവായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ VD സതീശൻ കയ്യടി നേടിയത് PV അൻവറിനെ UDFൽ വേണ്ട എന്ന് തീരുമാനമെടുത്ത് ആ ഒരു നിലപാടായിരുന്നു. ഏറെ സ്വീകാര്യനായിരുന്നു. കാരണം കോൺഗ്രസിനകത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ കയ്യടി നിസ്സാരമാണോ? പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല, ഭരണപക്ഷത്തു നിന്നുകൂടി അദ്ദേഹത്തിന് കയ്യടി കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അന്ന് ആ ഒരു മുന്നണി പ്രവേശനത്തിന് സമയത്ത് അസോസിയേറ്റഡ് മെമ്പറായിട്ട് ഇദ്ദേഹത്തെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അസോസിയേറ്റഡ് മെമ്പറായാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് UDFന്റെ ഘടകകക്ഷിയായിട്ട് തന്നെ വരണം എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യമാണ് അന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനായിട്ട് കാരണമായത് എന്നെനിക്ക് തോന്നുന്നു.